ഇനി ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലറിൻ്റെ നോട്ടാണ്. ഈ ഒരു പോർഷൻ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. എക്സാമിന് എഴുതണമല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നടക്കണം. 7 മാർക്കിനായിരിക്കും ചോദിക്കുക, അപ്പോൾ നമുക്ക് കുറേ കണ്ടൻറ്റ് എഴുതാനുണ്ട്. ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ ഈസ് എ ഹൊറിസോണ്ടൽ എക്സ്റ്റേണലി ഫയർഡ് നാച്ചുറൽ സർക്കുലേഷൻ സ്റ്റേഷനറി വാട്ടർ ട്യൂബ് ബോയിലർ. അപ്പം ബോബ് കോക്സ് ബോയിലർ എന്താണെന്നുള്ള ആദ്യത്തെ സെൻറ്റൻസ് അത് എഴുതണം. അപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നോട്ടായിട്ട് എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഞാൻ തന്ന നോട്ടിനധികം അണ്ടർലൈൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. തന്നെ വായിച്ച് ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പം ഇത് നോക്കിയോ, ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഞാൻ വായിച്ചു തരാം, അത് കേട്ട് നോട്ടായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇത് നമ്മൾ ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലറിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു. അപ്പം ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ ഈസ് എ ഹൊറിസോണ്ടൽ കോമ എക്സ്റ്റേണലി ഫയർഡ് നാച്ചുറൽ സർക്കുലേഷൻ കോമ സ്റ്റേഷനറി വാട്ടർ ട്യൂബ് ബോയിലർ. അത് പറയുന്നത് ഈ ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ ഹൊറിസോണ്ടലാണ്. അല്ല, അതിൻ്റെ ഡ്രം എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ടല്ല ഇരിക്കുന്നത്, വെർട്ടിക്കൽ അല്ലല്ലോ. ഇപ്പോൾ ഹൊറിസോണ്ടലാണ്, എക്സ്റ്റേണലി ഫയർഡാണ്. അപ്പോൾ ഫർണസിനകത്തിൽ കൂടെയാണ് ഫയർ ചെയ്യുന്നത്. ഇച്ചിരി പറയുന്നത് ബോയിലറിൽ നിന്ന് ഇച്ചിരി മാറിയായിരിക്കും അതിൻ്റെ ഫർണസ് ഇരിക്കുന്നത്. നാച്ചുറൽ സർക്കുലേഷനാണ്. അതിനകത്തിൽ ആ ഡ്രാഫ്റ്റ് ട്യൂബുകളില്ലേ, നമ്മൾ അപ്പർ ഹെഡും ലോവർ ഹെഡറും ഒക്കെ പഠിച്ചില്ലേ, അതിനകത്തൂടെ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നത് നാച്ചുറലി അല്ലേ. അതായത് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ മൂലം ഡെൻസിറ്റി കുറയുന്നു, വെള്ളം മേപ്പോട്ട് കയറി പോകുന്നു അല്ലേ. സ്റ്റേഷനറിയാണ്, അത് മൂവ് ചെയ്യാൻ ഒക്കില്ല. ഒരു വലിയ ബിൽഡിങ്ങിനകത്തോ എല്ലാം സെറ്റ് ചെയ്തിരിക്കുമായിരിക്കും. പിന്നെ അതൊരു വാട്ടർ ട്യൂബ് ബോയിലറായിരിക്കും. ഇത്രയാണ് സ്റ്റാർട്ടിങ് പറയുന്നത്. ദിസ് ബോയിലർ റൈസസ് സ്റ്റീം നോർമലി ബിറ്റ്വീൻ 10 bar to 20 bar at a steam rate of 200 kg/h. ഇത് 10 മുതൽ 20 ബാർ പ്രഷറിൽ 200 kg/h സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഹൈ കപ്പാസിറ്റി ബോയിലറാണല്ലോ, വലിയ സൈസ് ബോയിലറാണല്ലോ. എ ഹൈ കപ്പാസിറ്റി ബോയിലർ ഓഫ് ദിസ് ടൈപ്പ് ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റീം അപ് ടു പ്രഷർ അബൌട്ട് 40 bar. അപ്പം ഹൈ കപ്പാസിറ്റി ആണെങ്കിൽ 40 bar പ്രഷർ, 40 bar പ്രഷർ അത് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കും. അത് മാത്രമല്ല, ഇത് റേറ്റ് എത്രയാണ്, സ്റ്റീം റേറ്റ് എത്രയാണ്? റേറ്റ് എന്ന് പറഞ്ഞാൽ സമയം പറയും, പെർ അവർ 4000 kg/h. അപ്പോൾ ഇത്രയും നിങ്ങൾ ആദ്യം അങ്ങ് എഴുതുക. ബോബ് കോക്സ് വിൽകോക്സിൻ്റെ ആമുഖമായിട്ട് ഇത്ര എഴുതുക. ശേഷം അടുത്തത്, ദിസ് ബോയിലർ ഈസ് സ്പെഷ്യലി സ്യൂട്ടഡ് ഫോർ തെർമൽ പവർ സ്റ്റേഷൻ. ഇത് തെർമൽ പവർ സ്റ്റേഷനിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സിൻസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് കൂപ്പിംഗ് അപ്പ് വെരി ക്വിക്ക്ലി ഫോർ ദ സഡൻ ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് സ്റ്റീം റേറ്റ് അറ്റ് ഹൈ പീക്ക് ലോഡ്. ഈ പറഞ്ഞു വന്നത്, ഈ ബോയിലർ പെട്ടെന്ന് ഹൈ പ്രഷറും പെട്ടെന്ന് ഹൈ റേറ്റ് ഓഫ് മാസും തരുന്നതായിരിക്കും. ഹൈ റേറ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ kg/h. മാസ് ഫ്ലോ റേറ്റ് കൂടുതലായിരിക്കും, നല്ല പ്രഷറും ക്രിയേറ്റ് ചെയ്യാം. എന്ത് പെട്ടെന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് പീക്ക് ലോഡ് സമയം, അതായത് നമ്മുടെ പീക്ക് ലോഡ് സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ സമയം പീക്ക് ലോഡ് ടൈമാണ്. ആ സമയത്തൊക്കെ പെട്ടെന്ന് വെരി ക്വിക്ക്ലി സഡൻ ഇൻക്രീസ് വേണം. പെട്ടെന്ന് വലിയ ഇൻക്രീസ് ഉണ്ടാകും ഏതിൽ, പ്രഷറിൽ, അതുപോലെ സ്റ്റീം റേറ്റിൽ. ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ ഉപയോഗിക്കാം. അപ്പോൾ ഇത് എഴുതിക്കോണം. ദിസ് ബോയിലർ ഈസ്, ഈ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞ് എഴുതുക, ഇത് എഴുതുക. ദിസ് ബോയിലർ ഈസ് സ്പെഷ്യലി സ്യൂട്ടഡ് ഫോർ തെർമൽ പവർ സ്റ്റേഷൻ സിൻസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഫോർ കൂപ്പിംഗ് അപ്പ് വെരി ഹൈ, കളക്ട് ചെയ്യുക, കൂട്ടുക, വെരി ക്വിക്ക്ലി ഫോർ ദ സഡൻ ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് സ്റ്റീം റേറ്റ് അറ്റ് ഹൈ പീക്ക് ലോഡ്. ഇതും അങ്ങോട്ട് എഴുതുക, ഒരു ചെറിയ നോട്ടായിട്ട് അങ്ങ് എഴുതുക. പിക്ചർ നിങ്ങൾക്ക് നോട്ടിനകത്തുണ്ട്. ഇത് മൊത്തം കാണാതെ പഠിക്കുന്നത് പാടാണ്. ശരിക്കും ഇതാണ് ഇത്. ശേഷം ബാക്കി വരുന്നു. ഇത് മൊത്തം അങ്ങോട്ട് കാണാതെ പഠിക്കുന്നത് ഭയങ്കര പാട് പിടിച്ച പണിയാണ് അല്ലേ. അപ്പോൾ ഇനി ആവശ്യമുള്ള കാര്യം മാത്രം എഴുതിയാണ്. അപ്പോൾ ഇനി അടുത്ത ഞാൻ പറയാം, അടുത്തതിന് ആവശ്യമുള്ള സംഭവം നോട്ടായിട്ട് തന്നെ എഴുതിക്കോ. എ നമ്പർ ഓഫ് inclined water tubes at a very low inclination are connected at a right angle to the end box is called header. അപ്പോൾ ഹെഡർ എന്താണ് പറഞ്ഞത്? ഇതാണ് ഹെഡർ.
ഇതാണ് ഹെഡർ. ഇത് ഹെഡർ, ഡൗൺ ടേക്ക് ഹെഡർ. ഇതൊരു ചതുരത്തിലുള്ള ബോക്സ് ആയിരിക്കും. ഇവിടുന്ന് ഒരു പൈപ്പ് വരുന്നു, ഒരു ഡിസെൻഡിങ് വാട്ടർ ട്യൂബ് വരുന്നു, ഒരു ബോക്സിനകത്തോട് കണക്ട് ചെയ്യുന്ന ആ ബോക്സിൽ നിന്ന് കുറേ പൈപ്പുകൾ ഇങ്ങോട്ട് പോകുന്നു, സർപ്പൻ്റ് പോലെ വളഞ്ഞ് പോകുന്നു. അത് പറഞ്ഞത് എ നമ്പർ ഓഫ് ഇൻക്ലൈൻഡ് വാട്ടർ ട്യൂബ്, കുറേ നമ്പർ ഓഫ് ഇൻക്ലൈൻഡ്. നമുക്ക് ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്, ഈ ചരിഞ്ഞിരിക്കുന്നതിനാണ് ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത്. അറ്റ് വെരി ലോ ഇൻക്ലിനേഷൻ. അപ്പം ആ ചരിവിൻ്റെ ആംഗിൾ ഇത് ഭയങ്കര ഇതുണ്ടോ, ഈ ഒരു ലൈനെ വെച്ച് നോക്കും, ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈൻ വെച്ചുകൊണ്ട് ഈ പെൻസിലിൻ്റെ ആംഗിൾ ഭയങ്കര വലിയ ഹൈ ഇൻക്ലിനേഷനാണ്. അപ്പം ഇതാണെങ്കിൽ വളരെ കുഞ്ഞ്, അതുകൊണ്ട് ഈ വളരെ ചെറിയ ഇൻക്ലിനേഷനാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ചരിവെന്നാണ് ഉദ്ദേശിക്കുന്നത്. എ നമ്പർ ഓഫ് ഇൻക്ലൈൻഡ് വാട്ടർ ട്യൂബ്, അതാണ് ഈ പറഞ്ഞത്, ചരിഞ്ഞ് നിൽക്കുന്ന കുറച്ച് വാട്ടർ ട്യൂബ്, വെരി ലോ ഇൻക്ലിനേഷൻ, അതായത് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ആർ കണക്റ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾ, ഈ ഒരു ബോക്സിന് പെർപെൻഡിക്കുലറായിട്ട് റൈറ്റ് ആംഗിൾ ടു ദി എൻഡ് ബോക്സ്. ഈ കാണുന്ന എൻഡ് ബോക്സ്, ഇത് എൻഡ് ബോക്സ്, ഇത് എൻഡ് ബോക്സാണ്. ഈസ് കോൾഡ് ഹെഡേഴ്സ്. അപ്പം ഇതിൻ്റെ പേര് ഹെഡറാണ്, ഇതിൻ്റെ പേര് ഹെഡറാണ്. ഡൗൺ ടേക്ക് ഹെഡർ, അപ്പ് ടേക്ക് ഹെഡർ. അത് ബാക്കി പറയുന്നുണ്ട്. ദ വാട്ടർ ട്യൂബ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ എ നമ്പർ ഓഫ് വെർട്ടിക്കൽ റോസ്. ഈച്ച് റോ കൺസിസ്റ്റ് ഓഫ് 4 to 5 ട്യൂബ്സ്. കുറച്ച് വെർട്ടിക്കലായിട്ടുള്ള റോസ് ഉണ്ട്. മേപ്പോട്ടല്ല വെർട്ടിക്കൽ റോസ് 1, 2, 3, 4, 5, 6 മേപ്പോട്ട് പോവും. ഇവിടെ ഇങ്ങനെയുണ്ട്, ഈ സൈഡിലോട്ടുണ്ട്, ഇതിങ്ങനെ തന്നെ ഇരിക്കും, സൈഡിലോട്ടുണ്ട്. അപ്പം ഈ പറയുന്നത് ദിസ് വാട്ടർ ട്യൂബ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ എ നമ്പർ ഓഫ് വെർട്ടിക്കൽ റോസ്. കുറച്ച് വെർട്ടിക്കൽ റോസ് ഉണ്ട്, അതായത് വെർട്ടിക്കലായിട്ട് മേപ്പോട്ട് പോകുന്ന റോസ് ഉണ്ട്. ഈച്ച് റോ കൺസിസ്റ്റ് ഓഫ് 5 to 6 ട്യൂബ്. അപ്പോൾ ഈ റോയ്ക്കകത്ത്, അതായത് എന്താ പറയുക, ഇതുപോലെ ഒരു 5-6 ട്യൂബ്, അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ 5-6 ട്യൂബ്. ഇതെല്ലാം ഒരു ബോക്സാണ്. ഈ ബോക്സിനകത്ത് ഇതുണ്ട്, ഈ ബോക്സിനകത്ത് ഇതുണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പം പക്ഷേ ഇത് വളഞ്ഞ് സർപ്പൻ്റ് പോലെ വളഞ്ഞിരിക്കും. അപ്പോൾ ഈ പറഞ്ഞത് അങ്ങ് എഴുതിയെടുക്കുക, ഇവിടം വരെ എഴുതുക, 4-5 ട്യൂബ് അതുവരെ എഴുതുക. ശേഷം നെക്സ്റ്റ്, ദി ഹെഡർ ഷോൺ അറ്റ് റൈറ്റ് എൻഡ് ഓഫ് ദ വാട്ടർ ട്യൂബ് ഈസ് കോൾഡ് ഡൗൺ ടേക്ക് ഹെഡർ. അപ്പം ഈ റൈറ്റ് സൈഡിലുള്ള ഹെഡറിനെ ഡൗൺ ടേക്ക് ഹെഡർ എന്നാണ് പറയുന്നത്. ഷോൺ അറ്റ് ദി ലെഫ്റ്റ് എൻഡ് ഓഫ് ദ വാട്ടർ ട്യൂബ് ഈസ് കോൾഡ് അപ്പ് ടേക്ക് ഹെഡർ. ലെഫ്റ്റ് സൈഡിലെ ഈ ബോക്സിൻ്റെ പേര് അപ്പ് ടേക്ക് ഹെഡർ. ലാസ്റ്റിലേക്ക് വരിക, ഇതെല്ലാം കൂടെ വലിച്ചു വാരി എഴുതണ്ട. എ മഡ് ബോക്സ് കണ്ടിട്ടുണ്ട്. എ മഡ് ബോക്സ് ഈസ് പ്രൊവൈഡഡ് ജസ്റ്റ് ബിലോ ദ ഡൗൺ ടേക്ക് ഹെഡർ. ഇപ്പോൾ ഒരു മഡ് ബോക്സ് എന്ന് പറയുന്ന സംഭവം ഈ ഡൗൺ ടേക്ക് ഹെഡറിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേണ്ടേ ഉണ്ടല്ലോ, ഡൗൺ ടേക്ക് ഹെഡറാണ്, അതിൻ്റെ താഴെ ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്, മഡ് ബോക്സ്. അപ്പോൾ ഈ മഡ് ബോക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എനി സെഡിമെൻറ്റ് ഇൻ ദ വാട്ടർ ഡ്യൂ ടു ഇറ്റ്സ് ഹെവിയർ സ്പെസിഫിക് ഗ്രാവിറ്റി വിൽ ബി സെറ്റിൽ ഡൗൺ ഇൻ ദ മഡ്. ഒന്നുമില്ല, വെള്ളത്തിനേക്കാളും ഹെവിയർ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള മഡ്, ചെളി പോലെ സംഭവങ്ങൾ വെള്ളത്തിനടി നമുക്കറിയാവുന്ന കാര്യം അല്ലേ. ചെളിയോ മറ്റ് അഴുക്കളോ വല്ല ഉണ്ടെങ്കിൽ ഇതിനകത്ത് അടിഞ്ഞോളും. കാരണം ഏറ്റവും ആദ്യം വെള്ളം വരുന്നത് ഇങ്ങോട്ടല്ലേ, ഏറ്റവും ആദ്യം വെള്ളം ഇതുവഴിയാണ് കയറിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങ് അടിഞ്ഞോളും. ഇതെഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എഴുതേണ്ടത് ഇത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങ് എഴുതിയെടുക്കുക. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഇത് മനസ്സിലായെങ്കിൽ ഇത് വായിച്ച് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇനി അടുത്തത് മൂവിങ് ഗ്രേറ്റ്. മൂവിങ് ഗ്രേറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി ഫ്രണ്ട് ഓഫ് എൻഡ് ബിലോ ദി അപ്ടേക്ക് ഹെഡർ. അതായത് മൂവിങ് ഗ്രേറ്റ് ഏതാ പറയുന്നത്? നമ്മൾ മൂവിങ് ഗ്രേറ്റ് എന്ന് പറയുന്നത് ഇത് മൂവിങ് ഗ്രേറ്റ് എന്തിൻ്റെ? ഈ അപ്ടേക്ക് ഹെഡറിൻ്റെ ബിലോ ആയിരിക്കും. ഇതാ പറഞ്ഞിരിക്കുന്നത് ഇൻ ഫ്രണ്ട് പ്രൊവൈഡഡ് ഇൻ ഫ്രണ്ട് എൻഡിലായിരിക്കും. ഫ്രണ്ട് എൻഡ് ബിലോ ദി അപ്ടേക്ക് ഹെഡർ. ദ ബോയിലർ ഓഫ് ഹയർ കപ്പാസിറ്റി ആർ യൂഷ്വലി പ്രൊവൈഡഡ് വിത്ത് ചെയിൻ ഗ്രേറ്റ് സ്റ്റോക്ക്. അപ്പോൾ ഹൈ കപ്പാസിറ്റി ഉള്ള ബോയിലറിന് ചെയിൻ ഗ്രേറ്റ് സ്റ്റോക്ക് ആയിരിക്കും, ചെയിൻ ഗ്രേറ്റ് ബാർ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ ചെയിൻ ഗ്രേറ്റ് സ്റ്റോക്ക് ആയിരിക്കും. വിച്ച് കൺസിസ്റ്റ് ഓഫ് സ്ലോലി മൂവിങ് എൻഡ്ലെസ് ചെയിൻ ഓർ ഗ്രേറ്റ് ബാർ. ഞാൻ പറഞ്ഞല്ലോ ഒരു കൺവെയർ ബെൽറ്റ് പോലെ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കൺവെയർ ബെൽറ്റ് പോലെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ കോൾ വന്ന് പൾവറൈസ്ഡ് കോൾ വന്ന് കത്തി തീർന്ന് ചാരമായിട്ട് വെളിയിൽ പോകും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ദി കോൾ ഫെഡ് അറ്റ് ദി ഫ്രണ്ട് എൻഡ് ഓഫ് ദ ഗ്രേറ്റ് ഈസ് ബേൺഡ് ഓൺ ദ മൂവിങ് ഗ്രേറ്റ്. അതാ പറയുന്നത് ആ കോള്
ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊടുക്കുക, സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന അത് ഫ്രണ്ടിൽ വന്നു, പിന്നെ ലാസ്റ്റ് എൻഡ് ആകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കരിഞ്ഞ് ഷാരായി. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് എഴുതി വന്നിരിക്കുന്നത്. ദി കോൾ ഫെഡ് അറ്റ് ദി ഫ്രണ്ട് എൻഡ് ഓഫ് ദി ഗ്രേറ്റ് ഈസ് ബേൺഡ് ഓൺ ദ മൂവിങ് ഗ്രേറ്റ് തന്നെ വെച്ച് തന്നെ ഇത് കത്തിക്കൊണ്ടിരിക്കും. ഇൻ ദ ഫർണസ്, മൊത്തത്തിൽ പറഞ്ഞ ഇൻ ദ ഫർണസ് ആൻഡ് റെസിഡ്യൂൽ ആഷസ്, ബാക്കി വരുന്ന ആഷസ് ഫാൾസ് അറ്റ് ദി അതർ എൻഡ് ഓഫ് ദി ഗ്രേറ്റ് ഇൻ ടു ദി ആഷ് പിറ്റ്. അതായത് അതർ എൻഡ് എന്ന് പറഞ്ഞാൽ അതർ എൻഡ് ഓഫ് ദി ഗ്രേറ്റ് ടു ആഷ് പിറ്റ്. ഇപ്പോൾ ഇവിടെ ആയിരിക്കും ആഷ് പിറ്റ് വരുന്നത്. ആഷ് പിറ്റിലേക്ക് വന്ന് വീഴും. ദ ബോയിലർ ഈസ് ഫിറ്റഡ് വിത്ത് എ സൂപ്പർ ഹീറ്റർ. Super heater consists of number of U2 secured at each end to horizontal connecting box. അപ്പോൾ അടുത്ത പറയുന്നത് സൂപ്പർ ഹീറ്ററിനെ പറ്റിയാണ്. ഏതാണ് സൂപ്പർ ഹീറ്റർ? അപ്പോൾ അതിനവിടെ 2 ബോക്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ കണക്റ്റിംഗ് ബോക്സ് ഉണ്ടെന്നാണ് ഈ പറയുന്നത്. കണക്റ്റിംഗ് ബോക്സസ് ആൻഡ് പ്ലേസ് ഇൻ ദ കമ്പസ്റ്റൻ ചേമ്പർ. അവിടെ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കമ്പസ്റ്റൻ, ഇതാണ് ഈ കമ്പസ്റ്റൻ ചേമ്പർ. കമ്പസ്റ്റൻ ചേമ്പറിനകത്തായിരിക്കും. ഇവിടെ മിസ്സായല്ലോ, ഇവിടെ അല്ലേ കമ്പസ്റ്റൻ ചേമ്പർ അണ്ടർനീത്ത് ദ ബോയിലർ ഡ്രം. അപ്പം ആ കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറയുന്നത് ബോയിലർ ഡ്രമ്മിൻ്റെ താഴെയായിരിക്കും. ദി അപ്പർ ബോക്സ് ഓഫ് സൂപ്പർ ഹീറ്റർ ട്യൂബ് ഈസ് കണക്റ്റഡ് ടു എ ടി ട്യൂബ്. അത് അപ്പർ ബോക്സ് എന്ന് പറയുന്നത് ടി ട്യൂബിനകത്തായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ആ ടി ട്യൂബിനകത്തൂടെ ആയിരിക്കും സ്റ്റീം സൂപ്പർ ഹീറ്ററിലേക്ക് കയറി വരുന്നത്. ദി അപ്പർ ബ്രാഞ്ച് ഓഫ് ടി ട്യൂബ് ബീങ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റീം സ്പേസ് ഇൻ ദ ഡ്രം. അപ്പോൾ ആ ടി ട്യൂബിൻ്റെ ടീ ഒഴിക്കുന്ന സംഭവമുള്ളൂ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ ഞാൻ ആദ്യം വരെ സംഭവം ഇതാണ് ടി ട്യൂബ്. ഈ പോർഷൻ സ്റ്റീമിനകത്തായിരിക്കും. നോക്കി ഈ ലൈൻ, ഇത് സ്റ്റീംസ് ഏരിയ, സ്റ്റീമിനകത്തായിരിക്കും. അപ്പം സ്റ്റീം ഇതിനകത്തൂടെ കയറി ഈ ബോക്സിനകത്ത് വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കണക്റ്റഡ് ടി ട്യൂബ്, അപ്പർ ബ്രാഞ്ച് ഓഫ് ടി ട്യൂബ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റീം സ്പേസ് ഇൻ ദ ഡ്രം. ദി ലോവർ ബോക്സ് ഓഫ് ദ സൂപ്പർ ഹീറ്റർ ട്യൂബ് ഈസ് കണക്റ്റഡ് ടു സ്റ്റീം സ്റ്റോപ്പ് വാൽ mounted over the drum through a vertical tube passing outside the drum. അതായത് സൂപ്പർ ഹീറ്ററിലെ ആദ്യത്തെ ബോക്സ് വരുന്ന ടി ട്യൂബ് വന്നൊരു ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് സൂപ്പർ ഹീറ്റർ തുടങ്ങുന്നു. കുറേ യൂട്യൂബ് ഷേപ്പ് ആണെന്ന് പറഞ്ഞു. അത് വന്ന് കയറുന്ന അടുത്ത ബോക്സിലേക്ക്. ആ അടുത്ത ബോക്സിൽ നിന്ന് കണക്ഷൻ പോയിരിക്കുന്നത് സ്റ്റീം സ്റ്റോപ്പ് വാളിലേക്കാണ്. ഇപ്പോൾ ഒരു ഓവറോൾ കൺസിസ്റ്റൻ്റാണ് ഈ പറഞ്ഞു വന്നത്. ഇനി അടുത്ത എഴുതേണ്ടത് എന്താ പറയുക, വേണ്ടത് the water is introduced into the boiler drum through a feed valve. ഇത് മാത്രം എഴുതുക. ശേഷം അടുത്ത എഴുതേണ്ടത് the hot gases from the furnace grate are compelled by baffle plate. ഞാൻ പറഞ്ഞില്ല നദിക്കകത്തിലെ ഒഴുക്ക്, അതായത് തടസ്സപ്പെടുത്തി നമ്മൾ കുറേ സമയം അവിടെ നിർത്തുകയാണല്ലോ. ആ ബഫിൾ പ്ലേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ തടസ്സങ്ങൾ, ഈ കാണുന്ന തടസ്സങ്ങളൊക്കെ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? അതിങ്ങനെ കറങ്ങാൻ വേണ്ടി അതാണ് ഈ പറഞ്ഞത്. ഹോട്ട് ഗ്യാസസ് ഫ്രം ദ ഫർണസ് ഗ്രേറ്റ് ആർ compelled by baffle plate to pass upward around the portion of water tube. ഇത് ഈ വാട്ടർ ട്യൂബിനെ തട്ടി കടന്ന് ഇവിടെ കളയണം. അതിനാണ് ഈ ബഫിൾ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. വാട്ടർ ട്യൂബ്സ് ലേ ബിറ്റ്വീൻ ദ കമ്പസ്റ്റൻ ചേമ്പർ. ഇപ്പം ഇതിവിടെ ഈ വാട്ടർ ട്യൂബിൻ്റെ പൊസിഷനോടെ കമ്പസ്റ്റൻ ചേമ്പർ. അത് കറക്റ്റ് ശ്രദ്ധിച്ച് എഴുതിക്കണം. ഒന്നുകൂടെ പറയാം. ദി ഹോട്ട് ഗ്യാസസ് ഫ്രം ദ ഫർണസ് ഗ്രേറ്റ് ആർ കമ്പൽഡ് ബൈ ബഫിൾ പ്ലേറ്റ്. ഈ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടു പാസ് അപ്വേർഡ് അറൗണ്ട് ദ പൊസിഷൻ ഓഫ് വാട്ടർ ട്യൂബ് ലൈങ് ബിറ്റ്വീൻ ദ കമ്പസ്റ്റൻ ചേമ്പർ ബിലോ ദ വാട്ടർ ഡ്രം. ഇവിടെ നമുക്കൊന്ന് നിർത്തുക. ഇനി അടുത്ത് എഴുതേണ്ടത് നമുക്ക് ആവശ്യമുള്ള സംഭവമല്ല. സൂപ്പർ ഹീറ്റർ ആയിട്ടുണ്ട്. സൂപ്പർ ഹീറ്റർ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. സൂപ്പർ ഹീറ്റർ എഴുതിയിട്ടുണ്ട്. മൂവിംഗ് ഗ്രേറ്റ് എഴുതിയിട്ടുണ്ട്. ഈ ട്യൂബുകളെ പറ്റി ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹെഡർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റിനെ പറ്റി ഇവിടെ മൂവിംഗ് ഗ്രേറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും സംഭവം മിസ്സായിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പറഞ്ഞ സർക്കുലേഷൻ ഓഫ് വാട്ടർ, അത് പിന്നെ നിങ്ങൾക്ക് സ്വന്തം കഴിഞ്ഞിട്ട് എഴുതാമല്ലോ. എന്താ പറയുക, ഡെൻസിറ്റി കുറയുന്നു. അതങ്ങ് വിട്ടായിരുന്നു. കാരണം ഇത് വൃത്തിക്ക് വരച്ചിട്ടാൽ പിന്നെ നിങ്ങൾ എഴുതുന്നൊന്നും ആരും വായിച്ച് നോക്കിയാൽ. എന്നാലും എഴുതി വെച്ചോണം. ഞാൻ പറഞ്ഞ എഴുതാതിരിക്കരുത്, എഴുതി വെച്ചോണം. നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റായി. അപ്പ് ടേക്കേറ്റർ എന്തോ, ഡൗൺ ടേക്കേറ്റർ എന്തോ, സൂപ്പർ ഹീറ്റർ എന്തോ, മൂവിംഗ് ഗ്രേറ്റ് എന്തോ എന്നുള്ളതെല്ലാം മനസ്സിലായി. സർക്കുലേറ്റ് ഇത് ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഇതിൻ്റെ പാത്ത് കൊടുത്തു. ഇത്രയും മതി.
കാരണം നമുക്ക് ഇതെല്ലാം കൂടെ വാരി വലിച്ചെഴുതി കഴിഞ്ഞാൽ സമയം പോകും. അപ്പം ഈ അണ്ടർലൈൻ ചെയ്ത് കിട്ടിയ സംഭവം ഞാൻ പറഞ്ഞ സാധനങ്ങൾ അതൊന്ന് പേപ്പറിനകത്ത് നോട്ട് ചെയ്യുക, ശേഷം അതങ്ങ് പഠിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഫങ്ഷൻ ഓഫ് ബോയിലർ മൗണ്ടിങ് ആൻഡ് ആക്സസറീസ്. ഞാൻ പറഞ്ഞായിരുന്നു ആദ്യമേ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു കുറേ സംഭവങ്ങൾ. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, പ്രഷർ ഗേജ്, സേഫ്റ്റി വാൽവ്, സ്റ്റീം സ്റ്റോപ്പ് വാൽവ്, ഫീഡ് ചെക്ക് വാൽവ്, ഇങ്ങനെ തുടങ്ങി 13 എണ്ണമുണ്ട്. ഇതിൽ എല്ലാം ഒന്നും പഠിക്കേണ്ട, സൂപ്പർ ഹീറ്റർ വരെ പഠിക്കുക, ഏറ്റവും അത്യാവശ്യമുള്ള സൂപ്പർ ഹീറ്റർ, ബാക്കി വിട്ടേരും, അത് റിസ്ക് എടുക്കുവാണ്. അപ്പോൾ ഇനി എന്തോ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വേണം. ഇത് എഴുതിയെടുക്കൂ, അല്ലെങ്കിൽ എഴുതിയെടുത്തു, പറയുന്ന കൂട്ടത്തിൽ എഴുതിയെടുത്ത് പോയി അത്രയും നല്ലത്. ദ ഫങ്ഷൻ ഓഫ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഈസ് ടു ഇൻഡിക്കേറ്റ് ദ വാട്ടർ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ബോയിലർ ഡ്രം. ഇത് പറയുന്നത് ബോയിലർ ഡ്രമ്മിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാണ് എന്തിൻ്റെ ഫങ്ഷൻ, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ ഫങ്ഷൻ. ബോയിലർ ഡ്രമ്മിനകത്ത് എത്ര ലെവൽ വെള്ളം ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക, ഇതിനകത്ത് അതാണ് അതിൻ്റെ ഫങ്ഷൻ, ഇതിൻ്റെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ. അപ്പോൾ അതിൽ ബാക്കി പറയുന്നത് ആൻഡ് ദെയർ ബൈ ഗൈഡ് ദ ബോയിലർ അറ്റൻഡൻറ്റ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ബോയിലർ. അതുമൂലം ബോയിലർ അറ്റൻഡറുണ്ട്, അദ്ദേഹത്തിന് കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇവിടെ ഇൻസൈഡ് ദ ബോയിലർ. എവരി ബോയിലർ വിൽ ബി ഫിറ്റഡ് വിത്ത് 2 വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ. എല്ലാ ബോയിലറിലും 2 വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. 1 ഓഫ് ദം വിൽ സെർവ് ആസ് എ സ്റ്റാൻഡ് ബൈ ഇൻ കേസ് ഓഫ് അതർ. ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആയിരിക്കും, ഒരെണ്ണം നോർമലി വർക്കിങ്ങിലായിരിക്കും, ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആയിട്ടും വെച്ചേക്കും. അപ്പോൾ കാരണം ഈ ബോയിലർ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എപ്പോഴും ഒരു സേഫ്റ്റി വേണം. അപ്പോൾ ആ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ 2 വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം യൂസ് ആകുമ്പോൾ ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കും. ദ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വിൽ ബി ഫിറ്റഡ് അറ്റ് ഫ്രണ്ട് എൻഡ് ഓഫ് ബോയിലർ, സോ ദേ ആർ ക്ലിയർലി വിസിബിൾ ടു ബോയിലർ ഓപ്പറേറ്റർ. അപ്പോൾ ഈ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എവിടെ വെക്കുന്നത്, ബോയിലറിൻ്റെ ഫ്രണ്ട് എൻഡിലായിരിക്കും. എന്തിന്, ഈ ബോയിലർ ഓപ്പറേറ്ററിന് വിസിബിളും ക്ലിയറായിട്ട് കാണാൻ വേണ്ടി, വാട്ടർ ലെവൽ എത്രയുണ്ടെന്ന് ക്ലിയറായിട്ട് കാണാൻ വേണ്ടി അതതിൻ്റെ ഫ്രണ്ട് എൻഡിലായിരിക്കും ഫിറ്റ് ചെയ്യുക. അടുത്തതാണ് പ്രഷർ ഗേജ്. ദ ഫങ്ഷൻ ഓഫ് പ്രഷർ ഗേജ് ഈസ് ടു ഇൻഡിക്കേറ്റ് പ്രഷർ ഓഫ് ദ സ്റ്റീം ഇൻ ദ ബോയിലർ ഇൻ ബാർ ഓർ കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഓർ കിലോ പാസ്കൽ ഗേജ്. അപ്പം ബോയിലറിനകത്ത് സ്റ്റീമിൻ്റെ പ്രഷർ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ യൂണിറ്റ് എന്തൊക്കെയാണ്, ഒന്നീ ഇത് ബാറിലായിരിക്കും, അല്ലെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും, അല്ലെ കിലോ പാസ്കലായിരിക്കും. പ്രഷർ ഗേജസ് ഈസ് നോർമലി മൗണ്ടഡ് ഇൻ ഫ്രണ്ട് എൻഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ബോയിലർ ഷെൽ so as to be clearly visible to the operator. അപ്പോൾ ഇത് ബോയിലർ ഡ്രമ്മിൻ്റെ മുകളിലായിരിക്കും വെച്ചിരിക്കുക. എന്തിന്, ഇത് വിസിബിളായിട്ട് കാണാൻ വേണ്ടി. ഇതെന്ത് കണ്ടോ, ഇത് നേരെ ഏറ്റവും മുകളിലായിരിക്കുമല്ലോ ശരിക്കും പ്രഷർ എഴുതുന്നത്. ഇതിപ്പോൾ ശരിക്കും ഇവിടെ ആയിരിക്കും, ഇവിടെ ഇരിക്കുന്ന സാധനത്തിന് പ്രഷർ കൃത്യമായിട്ട് അറിയാൻ നിൽക്കും. അപ്പോൾ ഓപ്പറേറ്ററിനെ വ്യക്തമായി കാണാൻ വേണ്ടി. The pressure gauge is normally mounted in the front end at the top of the boiler shell, so as to be clearly visible to the operator. ഓപ്പറേറ്ററിന് ക്ലിയർലി കാണാൻ വേണ്ടി അത് ഷെല്ലിൻ്റെ മുകളിലായിരിക്കും ഫിറ്റ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി സേഫ്റ്റി വാൽവ്. അക്കുമുലേഷൻ ഓഫ് എക്സസ് സ്റ്റീം ഇൻസൈഡ് ദ ബോയിലർ കോസിങ് എ സഡൻ ഇൻക്രീസ് ഇൻ പ്രഷർ. ഒരുപാട് എക്സസ് സ്റ്റീം വന്ന് അക്കുമുലേറ്റ് ചെയ്യുമ്പോൾ കൂടുമ്പോൾ സഡൻ ഇൻക്രീസ് ഇൻ പ്രഷർ, അതായത് പെട്ടെന്നൊരു ഇൻക്രീസ് ഉണ്ടാവും പ്രഷർ. അപ്പോൾ അത് എന്തിനേക്കാളും ഡിസൈൻ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. പ്രഷർ ഹയർ ദാൻ ദ ഡിസൈൻ പ്രഷർ ആൻഡ് പോസസ് എ ഡേഞ്ചർ ടു ദി സേഫ്റ്റി ഓഫ് ദ ബോയിലർ. അപ്പം അങ്ങനെ ഒരു എക്സസ് സ്റ്റീം അക്കുമുലേഷൻ സംഭവിച്ച് ബോയിലറിൻ്റെ പ്രഷർ സഡൻ ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ, ആ സഡൻ ഇൻക്രീസ് ഡിസൈൻ പ്രഷറിനേക്കാളും മുകളിലായി കഴിഞ്ഞാൽ അത് പോസ് എ ഡേഞ്ചർ ടു സേഫ്റ്റി ഓഫ് ദ ബോയിലർ. അത് ഒരു ഡേഞ്ചർ ആയിരിക്കും. എന്ത്, അതിൻ്റെ സേഫ്റ്റിക്ക് അപകടമായിരിക്കും. അറ്റ് സച്ച് ആൻ ഇൻസ്റ്റൻറ്റ് ആൻഡ് excess steam must be suddenly released from the boiler
ടു റെഡ്യൂസ് പ്രഷർ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനുള്ളിൽ എക്സസ് സ്റ്റീമിന് പുറത്തേക്ക് റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തിന്? ടു റെഡ്യൂസ് പ്രഷർ യൂണിറ്റ്, അകത്തെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി. കുക്കറിനകത്തെ പോലെ തന്നെ, കുക്കറിനകത്ത് പ്രഷർ കൂടുമ്പോഴാണ് ആ വാൽവ് പൊങ്ങി ഷീറ്റടിക്കുന്നത്. സെയിം അത് എന്തുകൊണ്ടാണ്? അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി. അതിനുവേണ്ടി എ സേഫ്റ്റി വാൽവ് കൊടുത്തിരിക്കും. അതിനുവേണ്ടി ഒരു സേഫ്റ്റി വാൽവ് സഡൻലി ബ്ലോസ് ഓഫ് ഓൾ ദ എക്സസ് സ്റ്റീം ഫ്രം ദ ബോയിലർ ആൻഡ് ഷട്ട് ഇറ്റ് ഓട്ടോമാറ്റിക്. സെയിം കുക്കറിലെ കഥ പോലെ തന്നെ എ സേഫ്റ്റി വാൽവ് സഡൻലി ബ്ലോസ്, അതങ്ങ് ചീറ്റിപ്പോകുന്ന ആവശ്യം. ചീറ്റ് മീൻസ് അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് വെളിയിലേക്ക് പോകുന്നു, അങ്ങനെ പറയാം. സഡൻലി ബ്ലോസ് ഓഫ് ഓൾ ദ എക്സസ് എയർ, അതിനെ എടുത്ത് വെളിയിൽ കളയുന്നു. എക്സസ് സ്റ്റീം ഫ്രം ദ ബോയിലർ ആൻഡ് ഷട്ട്സ് ഓഫ് ഓട്ടോമാറ്റിക്, ആൻഡ് അത് ബോയിലർ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഓഫ് ആകും. അപ്പോൾ എന്താണ്? സേഫ്റ്റി വാൽവ്. മൂന്നാമത് സ്റ്റീം സ്റ്റോപ്പ് വാൽവ്. എ സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ഓർ ജംഗ്ഷൻ വാൽവ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ഫ്രം ദ ബോയിലർ. The valve mounted on the boiler change direction of flow of steam by 90 degrees are called junction valve, while the valves fitted in the pipeline which allow steam in the same direction are called stop valve. ഇത് പറഞ്ഞ് a steam stop valve or junction valve is used to regulate the flow of steam from the boiler. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ഉണ്ട്. അത് സൂപ്പർ ഹീറ്ററിനകത്തൂടെ കയറി സ്റ്റീം സ്റ്റോപ്പിൽ വന്ന് നിൽക്കും.